നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് എന്ത് പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും എനിക്കതൊപ്പം കാണാൻ തോന്നും. അങ്ങനെ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കാലിക്കറ്റിൽ അറബിൻ സി എക്സ്പോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ. എൻട്രൻസിൽ തന്നെ ഒരു കപ്പലും പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളും സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ റോബോ എക്സ്പോ ആണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോബോട്ട്സ്, അതിൻ്റെയൊക്കെ യൂസസ് കാര്യങ്ങളൊക്കെ അവരവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു റോബോട്ടിക് എക്സ്പീരിയൻസിൻ്റെ ഒരു ഹൈലി ക്വാളിറ്റി വേഷൻ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഋഷിക്കുട്ടൻ അതിൽ തൊട്ട് തൊട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇനി അവരെങ്ങാനും അത് കേടാക്കിയിട്ട് പിടിച്ച് വെക്കുമോയെന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടോ. അവൻ അതിനോട് മിണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ നല്ല സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവന് സംഭവം വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫോണിൽ ഫീഡ് നോക്കണ പോലെ എന്തെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊക്കെ അതെന്തൊക്കെ റിപ്ലൈയും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, വേറെ കുറേ ടൈപ്പ് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതുപോലൊരു ഐറ്റം അവനും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് മെല്ലെ പോകുന്നതാട്ടോ. പിന്നെയും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മ്യൂസിക് വരുന്നൊരു സംഭവമായിരുന്നു. ഇതിന് നമ്മൾ കൈകൊണ്ട് ചുമ്മാ ആക്കിയാൽ ആ ഒരു ഹാർമോണിയത്തിൻ്റെ അല്ല, പിയാനോയുടെ ഒരു മ്യൂസിക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു റോബോ, ഇവനിത്തിരി കുസൃതിയാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കാണാനൊക്കെ. പക്ഷേ ഋഷിക്കുട്ടൻ എന്തായാലും ഇഷ്ടമായി. അതാകുമ്പോൾ അവൻ്റെ സൈസിനകത്ത് കറക്റ്റ് വരുന്നു. അതിൻ്റെ മതി എന്ന് അവൻ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഇതാ പിക്ചർ ഉണ്ടാക്കണ പോലത്തെ കുറേ ഐറ്റംസ് കാര്യങ്ങൾ, പ്രിൻ്റഡ് ചെയ്യുന്ന റോബോ ഐറ്റംസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ കണ്ടോ ഓരോ പ്രിൻറ്റിങ് പോലെയുള്ള ഐറ്റംസൊക്കെ, ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ എന്താ നമ്മുടെ ഇമോഷൻസ് പറയണത്. ഞാൻ എത്ര ഇതിൽ നോക്കി തിരിച്ചിട്ടും അതെന്നോട് സാഡാണെന്നാണ് പറയുന്നത്. അതെന്താണോ ആവോ, ഇത്രയും ചിരി ചിരിച്ചിട്ടും എന്നോട് മാത്രം എന്താണോ സാഡ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരോടും നല്ല ഹാപ്പി എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ഡ്രോയിങ് സംഭവങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നോക്കി നമ്മൾ ചുമ്മാ കൈകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഇതാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡാൻസുകാരനാണെന്ന് തോന്നി. ഏതോ നൃത്ത കലാകാരനാണെന്നാണ് തോന്നിയത്. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഈ ഒരു കാലത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. ഇത് നമുക്ക് കാറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന ടൈം, അതായത് നമ്മൾ ഐസ് ബ്ലിങ്ക് ചെയ്യുന്ന ടൈമിൽ അത് അലാം അടിയും എന്നാണ് പറഞ്ഞത്. അത് ഭയങ്കര സെറ്റ് സാധനമായിട്ട് തോന്നി കേട്ടോ. പിന്നെയും ഇവിടേക്ക് വന്നപ്പോൾ ഇവൻ്റെ ഡാൻസ്, അപ്പോൾ ഡാൻസ് കളിച്ച് അവിടെ ഇരുന്നേ പോയി. പിന്നെ ഇത് നമ്മൾ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെയുള്ള റോബോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രിൻറ്റിങ് ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കാണ് ഇതൊക്കെ രസം ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ഓരോ പുതിയ ഐഡിയാസ് കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ നമ്മുടെ ഫ്യൂച്ചർ ഇതുപോലെയൊക്കെ ആയിരിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ കാണുമ്പോൾ. ഋഷിക്കുട്ടിനെ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു കുക്കിംഗ് റോബോ ആണ്. ഇതിങ്ങനെ താനേ കുക്കൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. എന്തായാലും ഇതൊരെണ്ണം വീട്ടിൽ മേടിച്ചുകൊണ്ടായാൽ കുറേ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഡ്രോൺ സംഭവമാണ് കേട്ടോ. നമുക്ക് കൃഷിയിടങ്ങളിലൊക്കെ മരുന്നടിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഓൾറെഡി കുറേ വർഷം മുമ്പ് ഉള്ള ഐറ്റംസ്. അതിൽ തന്നെ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ ഈ ഒരു സംഭവം VR, ഇത് ഞാൻ എവിടെ പോകുമ്പോഴും നോക്കണം എന്ന് വിചാരിച്ചതാണ്. ഇതുവരെ പറ്റിയില്ലായിരുന്നു. ഇവിടെ ഫ്രീ ആയതുകൊണ്ട് ഞാൻ വേഗം കയറി അവിടെ ഇരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഉള്ളിൽ കാണാനായിട്ട്. ഞാനത് വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഋഷിക്കുട്ടനും ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവൻ കൊച്ചാണെന്ന്. പക്ഷെ അവൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അവനും കയറിയിരുന്നു. അവൻ കൂളായിരിക്കുന്നത് കണ്ടോ. അതിനുള്ളിൽ എന്താ കണ്ടത് വെച്ചപ്പോൾ അവൻ പറഞ്ഞു മലയാണ് കണ്ടത്. അവിടെ നിന്ന് പിന്നെ ഞാൻ നേരെ വന്നത് പൂങ്കാവനത്തിലേക്കാണ്. അവിടെ ഇതാ പറക്കണ ബട്ടർഫ്ലൈ, പൂത്ത് നിൽക്കണ പൂക്കൾ, വണ്ടുകൾ. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സെറ്റപ്പാണെന്ന് തോന്നി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഋഷികുണ്ണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ എല്ലാ പൂവും ഒറിജിനലാണോ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ പൂ അവൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് അവൻ തൊട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു.
പിന്നെ അതിനുള്ളിലായിട്ടൊരു പച്ചത്തുള്ള ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ നാട്ടിലാണ് പച്ചത്തുള്ള എന്ന് പറയാം, നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ചില നാട്ടിൽ കൈക്കൂപ്പി അങ്ങനെ പല പല പേരുകളുണ്ട് പുള്ളിക്ക്. എന്തായാലും എൻ്റെ നാട്ടിൽ പച്ചത്തുള്ള എന്നാണ് പറയുക. അത് വന്ന് മേലെ വന്നിരുന്നാൽ ഭയങ്കരമായിട്ട് പച്ച പിടിക്കുന്ന പറയാം, അതായത് നമ്മൾ കുറച്ച് വെൽത്തി ആയിട്ട് മാറും. പിന്നെ ഈ ഒരു തുമ്പിയില്ലേ നല്ല ഭംഗിയില്ലേ, തുമ്പിനെ എനിക്ക് പണ്ടേ ഇഷ്ടമാട്ടോ. പിന്നെ നമ്മുടെ ലൈവിൽ ഇപ്പോൾ ഒരു തുമ്പി ഇങ്ങനെ പാറി കളിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഞാൻ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പൂങ്കാവനത്തിന് നേരെ ഇറങ്ങിപ്പോയത് അക്വേറിയത്തിലേക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് അക്വേറിയം സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഷാർക്കാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഷാർക്കിനെ ഇത്ര വലിപ്പമുള്ള കണ്ടത്. ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും വലിയ ഷാർക്കിനെ ആദ്യമായിട്ടായിരുന്നു കണ്ടത്. പിന്നെ ഇതൊക്കെ നമ്മുടെ കടൽ മത്സ്യങ്ങളും വേറെ വേറെ ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു, കൊഴുവുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫിഷാണ് കേട്ടോ, പഫർ ഫിഷ്. ഇവനെ ഞാൻ കാണാൻ കാത്തിരിക്കുന്നു, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അടിപൊളിയാണ് അതിനെ കാണാൻ. ഈ ഒരു ഫിഷിൻ്റെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇതിനൊന്ന് നേരിട്ട് കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാളാഞ്ചി മീനാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ നമ്മുടെ കടൽ മത്സ്യങ്ങളാണ്. ഇവിടെ കടൽ മത്സ്യങ്ങളും അല്ലാതെ അക്വേറിയത്തിൽ വളർത്തുന്ന ടൈപ്പ് ഫിഷസും ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈ മീനുകളെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും കുറച്ച് നേരമെങ്കിലും അതിലേക്ക് തന്നെ നോക്കി നിന്ന് പോകില്ല. നല്ല രസമാണ് അവരെ കാണാനൊക്കെ. ഇത് തെരണ്ടി മീനാണ് കേട്ടോ. ഇതിനെ കറി വയ്ക്കും. അതായത് ഇതൊരു കടൽ മത്സ്യമാണെന്ന് പറയാം, നമ്മൾ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് മത്സ്യം. അങ്ങനെ ഇതൊക്കെ കണ്ട് കുറച്ചുകൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാത്തിരുന്ന ഒരു ഐറ്റം വന്നത്. അതായത് ആമസോൺ കാടുകളിൽ മാത്രം കാണപ്പെടുന്ന നമ്മുടെ അനാക്കൊണ്ട. ഇതിനെ കാണണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇതിന് 1 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ 1 വയസ്സ് മാത്രമുള്ള കുഞ്ഞാവനെ കാണാനായിരുന്നില്ല ഞാൻ വന്നത്. ഞാൻ കണ്ടത് അനക്കൊണ്ടയിലുള്ള വലിയ ആ ഒരു സംഭവമില്ലേ, അത് കാണാനായിരുന്നു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഇതിന് 1 വയസ്സേ ആയുള്ളൂ. എന്തായാലും വേണ്ടിയില്ല, അനാക്കൊണ്ടേനെ എന്തായാലും ജീവിതത്തിലൊന്നും കാണാൻ പറ്റിയല്ലോ, അത്ര തന്നെ രസം. പിന്നെയും അവിടുന്ന് കുറച്ച് ഫിഷ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കളർ മീനുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാത്തിനും കൂട്ടത്തോടെ വാരിയിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. എന്നാലും ഈ പിസ്തപ്പച്ച മീനൊക്കെ ഉണ്ടോ, അല്ല ഇവന്മാർക്ക് ഇനി കളറടിച്ച് വിടുന്നതാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നാതിരുന്നില്ല കേട്ടോ. എന്തായാലും എല്ലാം കൂടി കളർഫുള്ളായിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ലോബ്സ്റ്ററിനെ കണ്ടത് കേട്ടോ. ലോബ്സ്റ്ററിനെ ഞാൻ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഉള്ളത് പക്ഷേ ഭയങ്കര കുഞ്ഞതായിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പക്ഷേ വെള്ളത്തിന് അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വീഡിയോയും കുറച്ച് ക്ലാരിറ്റി കുറവാണ് കേട്ടോ. അപ്പം ലോബ്സ്റ്ററും ഐറ്റംസൊക്കെയാണ് ഇവിടെ ഇങ്ങനെ, അതായത് കൂട്ടത്തോടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു ഫിഷിനെ കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇവിടെ എന്തൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലായില്ല, കാരണം അവിടെ നോട്ടൊന്നും ഇല്ലായിരുന്നു ഇതെന്താ സംഭവം. എന്തായാലും അതിലോട്ട് നല്ല വെള്ളമൊക്കെ അടിച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു വന്നപ്പോഴാണ് ഇത് ഈ ഒരു ഐറ്റം കണ്ടത്. ഇത് ഋഷിക്ക് ഭയങ്കര ഇഷ്ടമായി കിട്ടും. അവന് ഇതിന് എന്തായാലും വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. അവൻ മാത്രമല്ല എല്ലാ പിള്ളേരും ഇതിൻ്റെ പിന്നാലെ ഇരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്തൊക്കെയാണ്. പിന്നെ ഇവിടെ കുറച്ച് എക്സിബിഷൻ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലെന്തൊക്കെയോ മസാജ് ഐറ്റംസ്, സാധാരണ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനത്തെ കുറച്ച് മസാജ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും, അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നമ്മുടെ ചെരുപ്പുകൾ, നമ്മൾ എന്തൊക്കെയാണ്, പിന്നെ തേങ്ങ ചെറുക്കുന്ന മെഷീന്, പിന്നെ കുറച്ച് ഫർണിച്ചർ ഐറ്റംസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന ഒരു ഐറ്റംസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ പഴയകാല മിഠായികളില്ലേ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ കുലുക്കി സർബത്ത്, ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട്. പക്ഷേ ഇവനെ എടുക്കുന്നത് ആരും വാങ്ങി കുടിക്കുന്നേ കാണില്ല, പക്ഷേ ഇവൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഋഷൂറിന് ജീപ്പ് ഓടിക്കാൻ തോന്നി. അങ്ങനെ അതിൻ്റെ മുകളിൽ അവന് ഓടിക്കാൻ കേട്ടോ. അവന് ആദ്യം ബ്ലാക്ക് കയറി, പിന്നെ അവൻ പറഞ്ഞു എനിക്ക് ബ്ലാക്ക് വേണ്ടായിരുന്നു, എനിക്ക് റെഡാണ് വേണ്ടത്. പക്ഷേ റെഡിൽ വേറെ കുട്ടി കയറിയോണ്ട് പിന്നെ ലാസ്റ്റ് പക്ഷേ ബ്ലാക്ക് തന്നെ ഒതുക്കി. പിന്നെ ഈ ഒരു സംഭവം അവൻ വിചാരിച്ചു ഈ ഐസ്ക്രീം ജസ്റ്റ് മേടിച്ച് തരാൻ പറ്റുന്നു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അവരവിടെ നിന്ന് കളിപ്പിച്ചു. അവന് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു. അവനതൊന്ന് ഇട്ടേച്ച് പോയി. അവസാനം ഞാനത് മേടിച്ച് കഴിക്കേണ്ടി വന്നു. പിന്നെ ഐസ്ക്രീം ആയതുകൊണ്ട് കഴിക്കുന്നതിലും തെറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനത് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ബൈ.